ലാലേട്ടൻ ഇങ്ങനെ നടക്കുക, ആ ബാക്ക് ഷോട്ടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹരമാണ്. അല്ല, വിജയുടെ ലിയോന്റെ കളക്ഷൻ റെക്കോർഡൊക്കെ തൂക്കി എന്ന് പറഞ്ഞു കേട്ടു. ഇന്റർനാഷണൽ ടച്ചുള്ള പടാണ് പലരും അങ്ങനത്തെ ഇന്റർനാഷണൽ മേക്കിംഗ് ആണ്. ഒരു KGF-നെ വെല്ലും വിചാരിക്കുന്നുണ്ടോ? KGF-നെ വെല്ലും. മലയാളത്തിലെ KGF, ബാഹുബലി അതിനെ സംബന്ധിച്ച് മലയാളത്തിലെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും നല്ല മൂവിയായിട്ട് കണക്കുണ്ടാവും. നമുക്ക് മലയാളത്തിൽ KGF ആയിട്ട് കണക്കാക്കാം. KGF-നെ കാട്ടി സൂപ്പർ വില്ലൻ മലയാളത്തിൽ ഇതുവരെ കാണാത്തവരുടെ മേക്കിംഗ് ആണ്. സൂപ്പർ മൂവി. എക്സ്പെക്ട് ചെയ്തതിൽ മുകളിലായിട്ടുണ്ട്. നല്ല പടം. മോഹൻ ലാൽ ഫാൻ അങ്ങനെ നോക്കിയിട്ടില്ല. നല്ലൊരു പടം നോക്കിയിട്ട് പറയുകയാണ്. സൂപ്പർ മൂവിയാണ്. ഇതുവരെ നല്ല മേക്കിംഗ് ആണ്. ലൊക്കേഷൻ, ആ ഡയറക്ഷൻ, ലാൽ സാറിൻ്റെ ഒരു ഗെറ്റപ്പ് സൂപ്പറായിരുന്നു. നല്ല എൻഡിങ് ആയിരുന്നു. മലയാളത്തിലൊരു ബാഹുബലി എന്നൊക്കെ പറയാൻ പറ്റും. മലയാളത്തിലെ ബാഹുബലിയാ നല്ലൊരു മൂവി. നമുക്ക് ഇന്നുവരെ കാണാത്ത ഒരു മേക്കിംഗ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു അവർ പറഞ്ഞ തന്നെ ഒരു 150 വരുന്നുണ്ട് ഏകദേശം. കോസ്റ്റ് വരുന്നുണ്ട്. കാര്യം ലൊക്കേഷൻ ഓൾ ഓവർ വേൾഡാണല്ലോ. അതുപോലെ ലൊക്കേഷൻ അത് വരുന്നുണ്ട്. പടുത്ത് ഉയർത്തിയതാണ് മലയാള സിനിമ. അതെന്തായാലും സിനിമ രാജുവേട്ടൻ സൂപ്പർ ആക്കിയിട്ടുണ്ട്. അടിപൊളി മേക്കിംഗ് ആണ്. സൂപ്പറാണ്. മലയാളത്തിലെ ഒരു ബാഹുബലി KGF എന്നൊക്കെ പറയാൻ പറ്റുമോ? മലയാളത്തിലെ ഒരു ബാഹുബലി KGF എന്നൊക്കെ പറയാൻ പറ്റുമോ? സംഭവം രാജുവേട്ടൻ സംഭവം തകർത്തിട്ടുണ്ട്. രാജുവേട്ടൻ അടുത്ത പടത്തിൽ ഒരു കുഞ്ഞൊരു വേഷം അതിനേക്ക് താല്പര്യമുണ്ട്. രാജുവേട്ടൻ പൃഥ്വിരാജ് 6 മണിക്കത്തെ ഷോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താ വരാൻ പറ്റായി? അത് ഞാൻ പറയുന്നത് എന്താണ് കാര്യം, ഞാൻ നേരത്തെ വന്നാണ്, പക്ഷെ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ അല്ല, വിജയുടെ ലിയോന്റെ കളക്ഷൻ റെക്കോർഡൊക്കെ തൂക്കി എന്ന് പറഞ്ഞു കേട്ടു. അതെന്തായാലും അങ്ങനെ നമുക്കറിയില്ല. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അല്ല, അതിലൊരു വിഷമമുണ്ടോ? എന്തിനാ കളക്ഷൻ തൂക്കിയാല്? നമുക്ക് എല്ലാ പടവും നമുക്ക് ഇഷ്ടമാണ്. നമുക്ക് അതിലൊരു വേർതിരിവില്ല. എന്തായാലും സൂപ്പറാണ്. പടം എങ്ങനെയുണ്ട്? മലയാളത്തിന്റെ ഒരു KGF ആണോ? KGF-ന് മുകളിലുണ്ട്. എത്ര കോടി കളക്ഷൻ കിട്ടുമെന്ന് വിചാരിക്കുന്നു? കോടി കളക്ഷൻ എത്ര കിട്ടും? സെറ്റ് പടം. പൊളിറ്റിക്കൽ ഡ്രാമയാണ്, ആക്ഷനാണ്. അത് ലൂസിഫർ കേരളത്തിലാണെങ്കിൽ ഇത് വേൾഡ് മൊത്തത്തിലായിരിക്കും. ഇത് 2 സ്റ്റോറിയാണ്. രാഷ്ട്രീയമുണ്ട്, ഒരു റിവെഞ്ച് സ്റ്റോറിയും പോകുന്നുണ്ട്. അപ്പം അങ്ങനെ ഫുൾ രാഷ്ട്രീയമല്ല. ഇൻട്രസ്റ്റിംഗ് ആണ് സബ്ജക്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായിരിക്കാം സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ? എനിക്കാണെങ്കിൽ എന്നെ ലാലേട്ടൻ ഇങ്ങനെ നടക്കുക, ആ ബാക്ക് ഷോട്ടൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഹരമാണ്. എനിക്ക് ആ ഒരു ലുക്കോ അതെല്ലാം ആണ്. പിന്നെ മേക്കിംഗ് ഭയങ്കരമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ പൃഥ്വിരാജും അവരുടെ കോമ്പിനേഷൻ ഉണ്ടല്ലോ, മോഹൻലാലും പൃഥ്വിരാജും ഒരു ട്രെയിനിൽ വരുമ്പോൾ ആ ഒരു എലവേഷൻ വരും. അതൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. കൈയടിച്ചു. ഡാൻസ് എനിക്ക് തോന്നുന്നത് രാവിലെ ഡാൻസ് ചെയ്യാൻ, പക്ഷേ അങ്ങനെ ഐറ്റം നമ്പറോ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. എത്ര ആവശ്യം അത്രയും മാത്രം. ഒരു സോങ് പോലും ഇല്ല. ലൂസിഫറിൽ ഒരു ഐറ്റം സോങ്ങെങ്കിലും ഉണ്ടായിരുന്നു. ഒരു സോങ് ഇല്ല. ഫുൾ പടം ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണ് എടുത്തേക്കുന്നത്. ഞാൻ ഇതിനായിട്ട് ബോംബെന്ന് വന്നതാണ്. യെസ്